എൻ്റെ പേര് രാജു പീറ്റർ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത അംഗം, മേലടൂർ ഇടവംഗവുമാണ്. എൻ്റെ ഭാര്യ രാജി. ഞങ്ങൾക്ക് 5 മക്കളാണ്. ഒന്നാമത്തെ ആള് പീറ്റർ, രണ്ടാമത്തെ ആള് മേരി മക്ലിൻ, മൂന്നാമത്തെ ആള് തോംസൺ, നാലാമത്തെ ആള് ആൻഡ്രൂസ്, 5-ാമത്തെ ആള് ലൂക്ക. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ തറവാട്ടിലാണ് താമസിക്കുന്നത്. മൂത്ത ആള് പീറ്റർ, ആള് 2ാം ക്ലാസ്സിലാണ്. ഇനി ഏത് ബുക്ക്, പുതിയ ബുക്സ് വായിക്കാനുള്ള ഇത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. വായിച്ച് അറിവ് നേടാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ബുക്ക് കിട്ടിയാലും എഴുതാനും വായിക്കാനും പരമാവധി ആൾ പരിശ്രമിക്കും. അത് അക്ഷരങ്ങൾ അവൻ അറിവ് വെച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് അന്ന് തുടങ്ങി ഏത് ബുക്ക് കിട്ടിയാലും ബൈബിൾ ഉൾപ്പെടെ, ഇപ്പോൾ ബൈബിള് പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ എന്നും പ്രാർത്ഥനയ്ക്ക് അവൻ ബൈബിളെടുത്ത് അവനാണ് വായിച്ച്. 2ാം ക്ലാസ്സിലായാലും 1ാം ക്ലാസ് തുടങ്ങിയാൽ കുടുംബ ബുക്ക് എടുത്ത് കുടുംബ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളൊക്കെ ചെല്ലുന്നത് ആളെ ചെല്ല പ്രാർത്ഥന ലീഡ് ചെയ്യണത് ആളാണ്. 2ാമത്തെ ആള് മേരി. അവൾക്കും ഇതുപോലെ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. സ്കൂളിലെ ആയാലും കാറ്റഗറിസ്റ്റിൻ്റെ ആയാലും നന്നായി പഠിക്കും. നല്ല മാർക്ക് വാങ്ങി. പടം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 3ാമത്തെ ആള് തോംസൺ. ആൾക്ക് ഏത് സാധനം കിട്ടിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ പണിത് കൃത്രിമങ്ങളും കൂടുതലാ. ഇവരൊക്കെ ഇത്തിരി പുള്ളിയായി വേറെ രീതിയാണ്. അങ്ങനെ ഭയങ്കര എനർജിക്ക് പുള്ളി എപ്പോഴും എന്തെങ്കിലും കുറിച്ച് ഒപ്പിച്ചോണ്ടിരിക്കും. 4ാമത്തെ ആള് ആൻഡ്രൂസ്. ആൻഡ്രൂസ് സ്കൂളിൽ പോയി തുടങ്ങുന്നതേ ഉള്ളൂ. പ്രീ KGയിൽ കുറച്ച് നാൾ പോയെങ്കിലും ഇച്ചിരി മടിയൊക്കെ ആയി. പിന്നെ ആളെന്നാ എല്ലാവരുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങി നല്ല കമ്പനിയാവും. അല്ലെങ്കിൽ ഒന്ന് ഇതാവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. 5ാമത്തെ ആള് ലൂക്ക. ലൂക്കായ്ക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പാട്ട് കേട്ടാലും ഡാൻസ് കളിക്കും. പുതിയ പുതിയ പാട്ടുകൾ കേൾക്കാനും മുതിർന്നവർ കാണിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ചെയ്യാനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പീറ്റർ എന്ന് ഇട്ടത് അപ്പച്ചൻ്റെ പേര് പത്രോസ് എന്നാണ്. അപ്പോൾ അപ്പച്ചൻ്റെ ഒരു പേര് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർമാരും ഇവിടെ പത്രോസ്, തോമസ് അങ്ങനെയായിരുന്നു നമ്മുടെ ഫാമിലിയൊക്കെ അപ്പച്ചനെ. അതുപോലെ തന്നെ പോകണമെന്നൊരാളാണ്. പിന്നെ മേരി മാക്കുലിൻ എന്നുള്ള ആളുടെ ശരിക്കും പേര്. അപ്പോൾ മേരി എന്ന് അമ്മച്ചിയുടെ പേര് മേരി എന്ന്. അപ്പോൾ അമ്മച്ചിയുടെയും ഒരു ഓർമ്മയൊക്കെ നമുക്ക് നമ്മുടെ പേര് അതിന് പിന്നീട് ചേർക്കുന്നുണ്ട്, രാജു എന്ന് അതിന് ചേർക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെയും പേരും വേണം. പിന്നെ 3ാമത്തെ ആൾ തോംസൺ. ഇവിടെ എൻ്റെ ഒരു വല്യപ്പച്ചനുണ്ട്. അപ്പോൾ ആ വല്യപ്പച്ചന് 3 പെൺപിള്ളേരാണ്. അവർ 3 പേരും കെട്ടിപ്പോയി. അപ്പോൾ വല്യപ്പച്ചനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വല്യപ്പച്ചൻ മരിച്ചും പോയി പുള്ളി. അപ്പോൾ പുള്ളിയുടെ ഒരു ഇഷ്ടവും പുള്ളിയോട് എനിക്കുള്ള ഇഷ്ടം കൊണ്ട് പുള്ളി എന്നെയും വലിയ കാര്യമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളിയോട് ആ ഒരു സ്നേഹം വെച്ച് അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരു പേര് ഇട്ടിരുന്നു തോംസൺ എന്നുള്ളത്. പിന്നെ ആൻഡ്രൂസ് എന്നിട്ടത്. അങ്ങനെ സ്ലീഗന്മാരും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പഴയൊരു പേരും എന്നാൽ കേൾക്കുമ്പോൾ തന്നെ ഒരു കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൊരു പേരൊക്കെ ആയിട്ടാണ് ആൻഡ്രൂസ് എന്നിട്ടത്. പിന്നെ ലൂക്കാന്നും അങ്ങനെ തന്നെയാണ്. ലൂക്ക നമ്മുടെ ബൈബിൾ പരമായ രീതിയിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ലൂക്ക പേര് കൊള്ളാം, കുഴപ്പമില്ല, ആ രീതി ഉൾക്കൊണ്ടുപോകുന്നതാണ്. 5 മക്കൾ വേണമെന്ന് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വൈഫായിട്ട് രാജിയായിട്ട് സംഭവം പറഞ്ഞിരുന്നു. 5 മക്കൾ വേണം, 5ൽ കൂടുതൽ മക്കളും വേണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഞാൻ. കൂടുതൽ മക്കളൊന്നും വേണം എന്നാണ്. ഇന്ന് കുറവ് മക്കളുള്ള വീടുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ ഒരു മോനുണ്ടെങ്കിൽ ഒരു മോൾക്ക് വേണ്ടി കൂടുതൽ എഫർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി കൂടുതൽ ബുദ്ധിമുട്ട്. അന്ന് ആ മക്കളിൽ നിന്ന് അത് തിരിച്ചു കിട്ടുന്നില്ല എന്നൊരു കൂട്ടുകുടുംബ സ്ഥിതിക്ക് മാറിപ്പോയി. ഒരു ചെറിയൊരു കുടുംബമായിട്ട് ഒതുങ്ങി കഴിയുന്ന ഒരവസ്ഥയായി.
അപ്പോൾ അത് പോരാ, ഇലാബറേറ്റായിട്ട് വീട് വേണം, കുട്ടികൾ വേണം. അപ്പോൾ അവർ പരസ്പരം ഇപ്പോൾ ഇവിടെ തന്നെ അവർ തന്നെ പരസ്പരം പഠിക്കാനിരിക്കുമ്പോൾ അവർ തന്നെ വട്ടിട്ടിരിക്കും. ഞാനൊരു ബോർഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ആ ബോർഡിന് ചുറ്റും അവർ തന്നെ വട്ടിട്ടിരുന്ന് എല്ലാവരും എഴുതും. ഇപ്പോൾ ഉള്ള കൊച്ചു വരെ എഴുതും, 2 വയസ്സുള്ള അവൻ വരെ എഴുതാൻ നോക്കും. അപ്പോൾ അങ്ങനെ അവർ ഇപ്പോൾ ഒരാൾ തെറ്റിനി അടുത്ത ആൾ കാണിച്ചു, അത് അവൻ്റെ തെറ്റി, അപ്പോൾ അവൻ എഴുതി കാണിച്ചു, മൂത്താൾ താഴെ ആൾക്ക് എഴുതി കാണിച്ചു കൊടുക്കും. അങ്ങനെ അങ്ങനെ അവർ ഒരുമിച്ച് കളിച്ച് വരുന്ന പോണ. ഇത് ചെറിയ കുടുംബമാണെങ്കിൽ ചിലപ്പോൾ ഒരാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ കുറേ ഒരു ഗ്യാപ്പ് ഇട്ട് അവരും ഇവർ തമ്മിൽ ഭയങ്കര അകൽച്ച ഉണ്ടാവും. ഇത് കൂടിക്കഴിഞ്ഞ് സ്നേഹത്തിൽ പോകാനായിട്ടൊന്നും ചിലപ്പോൾ അത് പറ്റില്ല. ആ ഒരു കൺസെപ്റ്റിലാണ് എനിക്ക് കൂടുതൽ കുട്ടികൾ വേണം, പണ്ടത്തെ ഒരു രീതി കൂട്ടുകുടുംബം പോലെ നന്നായിട്ട് പോകണം എന്നൊരു ചിന്താഗതി. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. വിവാഹം കഴിഞ്ഞപ്പോൾ ചേട്ടൻ 5 മക്കൾ വേണമെന്നുള്ളത്, മക്കൾ കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് സമ്മതമായിരുന്നു. ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കേൾവി വെച്ച് പ്രസവമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്നുള്ള ഒരു ഇതിൽ. എന്നാലും മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവരും നമ്മളുടെ ഒപ്പം നിന്ന് ചെയ്യണ കാണുമ്പോഴൊക്കെ കുഞ്ഞു മക്കളായിട്ട് പോലും നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അവരെ വളർത്തുന്നതിനോടൊന്നും. അപ്പം മക്കൾ കൂടുതലുള്ളത് തന്നെയാണ് നല്ലതെന്നുള്ളത് തോന്നുന്നു. നമുക്ക് ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ വലിയൊരു ചിലവ് എന്ന് പറയാനായിട്ടില്ല. 10ാം ക്ലാസ് വരെ നമുക്ക് എന്തായാലും ഇവരെ എത്തിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള ചിലവുകൾക്ക് അപ്പോഴേക്കും നമ്മളൊരു സാമ്പത്തിക ഇത് ഇവർക്ക് വേണ്ടി കണ്ടെത്തി അതിനു വേണ്ടി നമ്മളും ഒരുങ്ങണം, നമ്മൾ കാരണന്മാരും ഒരുങ്ങണം. ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അതിനുള്ള ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നതിന് ഓരോരുത്തർക്ക് പേരിലും കുറേശ്ശെ പൈസകൾ ഞാൻ സേവ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് അതിന് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വരാൻ ചാൻസ് ഇല്ല, വരില്ല. അങ്ങനെ തന്നെ പോകണം. ഞാൻ വലിയ സ്കൂളിൽ വലിയ എമൗണ്ട് മുടക്കി വലിയ ഇതുകളൊക്കെ മുടക്കി വലിയ സ്കൂളിൽ ചേർക്കാമെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ വരാം, അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കാണെങ്കിൽ എത്താൻ പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്താൻ പറ്റില്ല, എൻ്റെ ഒരാളുടെ ജോലി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റേതായ സ്കൂളുകളിലാക്കുക. അപ്പോൾ 10ാം ക്ലാസ് വരെ അവരുടെ വിദ്യാഭ്യാസം കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കുറച്ച് ഓരോരുത്തരുടെ പേരിലും സേവിങ് നടത്തുക. ആ ഒരു 10ാം ക്ലാസ് വരുമ്പോൾ നമുക്ക് ആ സേവിങ്ങിൽ നിന്ന് എടുത്ത് അവർക്ക് അവരുടെ ഹയർ സ്റ്റഡിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. എവിടെയാണ് ഇപ്പോൾ എൻ്റെ ഇടവക കുടുംബത്തിൽ ഇതിലല്ലെങ്കിലും മറ്റ് ഇടവയിൽ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാണ്ട് പോകും. ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങുണ്ടാവും. ദൈവാശ്രയമാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പങ്ക്. അതുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ ഈ ഇതിനകത്ത് ഇവിടെ തന്നെ ഇപ്പോൾ ഇവർക്ക് അസുഖങ്ങൾ വരുമ്പോഴുള്ളൊരു പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ദൈവത്തെ വിട്ടുപിരിച്ചിട്ടില്ല. എപ്പോഴും എന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇവിടെ സമാധാനവും ഇവർക്കൊരു ആപത്തും വരരുത്, മക്കൾക്കൊരു ആപത്തും വരരുത്, അവർക്കൊരു അസുഖവും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഒപ്പം കാരണന്മാർക്കും ഇവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിനാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന കാര്യം തുടങ്ങിയ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും അമ്മയുടെ ഹെൽപ്പും എല്ലാം കൂടി ഉണ്ടായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി എല്ലാ കാര്യങ്ങളും മക്കളെ ഒരുമിച്ച് എണീപ്പിച്ച് റെഡിയാക്കി ഭക്ഷണം എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിടാൻ ഒരുമിച്ചുള്ളൊരു സഹകരണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകണം. അവരായാലും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരത് നമ്മൾ പറയുന്നതിനനുസരിച്ച് ചെയ്ത് നമ്മളുടേതായ രീതിയിൽ അവർ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യും. അപ്പം നമുക്കത് ഭയങ്കര ഒരു സഹായമാണ്. കാവൽ മാലാകമാരെ
നിത്യവും കാത്തിടണേ, കൂടെ വസിച്ചിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ മരിയ, ആവേ മരിയ, കന്യക മേരിയമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കാറ്റീസിന് ഇവിടുന്ന് ഇപ്പോൾ 3 കുട്ടികൾ കഴിഞ്ഞ കൊല്ലം പോകുന്നുണ്ടായിരുന്നു. ബൈബിൾ നഴ്സറി 1-ാം ക്ലാസ് 2-ാം ക്ലാസ്. ബൈബിൾ നഴ്സറി തുടങ്ങി മൂത്ത ആളെ വിടാൻ പറ്റിയിട്ടില്ല. മൂത്ത ആളെ 1-ൽ ചേർത്തിട്ട് 2ാമത്തെ ആളെ ബൈബിൾ നഴ്സറിയിൽ വിടാനായിട്ട് അങ്ങനെ കണക്കാക്കി കാറ്റീസിന് മുന്നിലോട്ടാക്കി. 2ാം ക്ലാസ്സിൽ 1-ലോട്ടാക്കിയത് കൊണ്ട് ഇളയാളെ അപ്പോൾ ബൈബിൾ നഴ്സറിയിൽ വിടാൻ സാധിച്ചു. ബൈബിൾ നഴ്സറി പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കുട്ടികൾക്കും അതിന് പുറകെ പഠിക്കാൻ എളുപ്പമായതുകൊണ്ട് അവർ കാറ്റീസിന് മിടുക്കരായിട്ട് പോകുന്നുണ്ട്. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തലേ ദിവസം ഒക്കെ ബൈബിൾ വചനമൊക്കെ നല്ലോണം പഠിക്കും, പറഞ്ഞു കേൾപ്പിക്കും. ക്ലാസ്സിൽ പറയുന്നത് ഇവിടെ വന്ന് ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കും. അതുപോലെ കുടുംബ പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കൂല. എന്നും എത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന, പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മച്ചി, ഞങ്ങളെല്ലാവരും അതെ, അമ്മച്ചി അത് നിർബന്ധമാണ്. പിള്ളേരിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അടിച്ചായാലും പ്രാർത്ഥിപ്പിക്കും. ഞങ്ങളും ഒപ്പം ഇരുത്തി പ്രാർത്ഥിപ്പിക്കും. അത് എന്നും നിർബന്ധമായിട്ട് കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരിക്കും. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പിൽ സ്ഥിരം നമ്മൾ എന്തായാലും കമ്മ്യൂണിക്കേഷൻ. ഫേസ്ബുക്കും കുറേ നേരം നമ്മൾ എന്നാലും ഞാൻ ഫേസ്ബുക്ക് നൊയമ്പ് പോലെ എടുക്കും. ഫേസ്ബുക്ക് നോക്കില്ല എന്നുള്ള തീരുമാനം എടുക്കും. അത്യാവശ്യം മാത്രം നോക്കില്ല, എന്നാലും അതിൻ്റെ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കില്ല, അത്യാവശ്യം നോക്കും, കളയും, കളയും. പിള്ളേർ അങ്ങനെ ഞാൻ മൊബൈലിലേക്ക് വിട്ടിട്ടില്ല, അവരങ്ങനെ മൊബൈലിലേക്ക് വിടാറില്ല. ഇപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും അവരെ കാണിക്കണമെങ്കിൽ കാണിക്കും. ഇവളിപ്പോൾ വൈഫ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെറിയ ഇപ്പോൾ ഈ ബൈബിളിലെ പാട്ടുകൾ യൂട്യൂബിലെ പാട്ടുകളുണ്ടാവും. അപ്പോൾ അത് വെച്ച് ചെറിയ സൗണ്ട് ബാറുണ്ട്, അതിനകത്ത് വെച്ച് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ അടക്കം കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഇത് മാത്രമേ കുട്ടികൾക്ക് നമ്മൾ ചെയ്യാറുള്ളൂ ഇപ്പം. അല്ലാണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഞാൻ കൊടുക്കാറില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു, ഇവരെങ്ങനെ നോക്കിയെടുക്കണു. അതും തൊട്ടടുത്തടുത്തുള്ളവരാ, വലിയ ഗ്യാപ്പില്ല. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിപ്പോൾ 9 വർഷം ആണുള്ളൂ. എന്നിട്ടും അതിനുള്ളിൽ ഈ 5 പേരെ നോക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റുള്ളവർ പറയും ഞങ്ങൾക്ക് 2 എണ്ണത്തിനെ പറ്റണില്ല, ഒരെണ്ണത്തിനെ പറ്റണില്ല, പിന്നെ എങ്ങനെ നിങ്ങളിത് ചെയ്യുന്നു എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാര്യം ചില സമയങ്ങളിൽ അവർ തമ്മിലുള്ള വഴക്കോ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര സങ്കടം തോന്നും. എന്നാലും എനിക്കതിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. നമുക്ക് അവർ ഒരുമിച്ച് വളർന്നു പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് കുളിക്കുക, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും. അപ്പം അത് നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ടാണ് തോന്നണേ. ഇപ്പോൾ ഞങ്ങൾക്ക് കൊറോണ ആയാലും ചേട്ടന് നല്ല സീരിയസ് ആയി, ആള് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതുവരെ എത്തി. എന്നിട്ട് പോലും ആ സമയത്ത് ഞാനിവിടെ ഒറ്റയ്ക്ക്, എൻ്റെ 3 മക്കൾ അന്നുണ്ട്. എന്നിട്ട് അന്ന് ഞങ്ങൾക്കും കൊറോണയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഇവിടുന്ന് മാറി താമസിക്കുകയായിരുന്നു. എന്നിട്ട് ആ സമയങ്ങളിൽ പോലും ഈ കുഞ്ഞു മക്കൾ എൻ്റെ ഒപ്പം ഒത്തിരി സഹായമായിരുന്നു. ഞങ്ങളുടെ മൂത്തവനന്ന് 5 വയസ്സായി ഉള്ളൂ. എന്നിട്ട് പോലും അവൻ ഞങ്ങളുടെ ഇളയവരെ നല്ലോണം നോക്കി. അവര് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, ഇളയവരെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് പോലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകിക്കാൻ, വെള്ളം എടുത്ത് കൊടുക്കാൻ, ഒന്ന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണമെങ്കിൽ അവരെ നന്നായിട്ട് നോക്കിയിരുന്നു ആ കൊച്ച്. അവർ ഞങ്ങളോട് അത്ര നല്ല സഹകരണമാണ് പിള്ളേർ, കുഞ്ഞുങ്ങളായിട്ട് പോലും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, ആ കുഞ്ഞുങ്ങൾ ഇത്ര ഇതായിട്ട് ചെയ്യണമെങ്കിൽ അവർ നമുക്ക് എല്ലാ കാലത്തും നല്ലൊരു സഹായം തന്നെയായിരിക്കും.
വളരെ സ്നേഹമുള്ളൊരു നമ്മൾ. ചേട്ടന് നല്ല സ്നേഹമാണ്, കെയറിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ മക്കളെ നോക്കാനും ഒരു കുടുംബം നോക്കാനും നമ്മളോട് പ്രത്യേകിച്ച് പിന്നെ പ്രത്യേകിച്ച് കാരണന്മാരുള്ളപ്പോൾ കാരണന്മാർ അവരെ നോക്കുന്നതിലൊക്കെ വലിയൊരു പങ്കുവഹിക്കുന്നു. ഇപ്പൊ എന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ വന്നാലും അത് തിരുത്തി മനസ്സിലാക്കി നല്ല ഇതിൽ പറഞ്ഞു തരാനുള്ള ഒരു പ്രത്യേക കഴിവാണ്. ഒക്ടോബർ മാസം 3 കല്യാണം നടന്നു. ഇപ്പം 9 വർഷമാണ് ഈ ഒക്ടോബർ വരുന്നത്. ഞാൻ മധ്യപ്രദേശിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നുള്ള ആലോചനയായിരുന്നു. അപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് വേഗം ട്രെയിൻ കയറി വേഗം ഇവിടെ എത്തി. 2 ദിവസത്തിനുള്ളിൽ ചേട്ടൻ കാണാൻ വന്നു. ഒരു ബനിയനാണ് ഇട്ടായിരുന്നത്. ചേട്ടൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു വീട്ടുകാരനും ചേട്ടൻ്റെ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരനും ഒക്കെ ആയ ഒരാളുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ വൈകുന്നേരം മണിക്കൊക്കെ അത് സോൾവ് ആവും. അവളെന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയും, അപ്പോൾ ഞാൻ അതിന് മറുപടി പറയും. പിന്നെ അപ്പോഴേക്കും ഒക്കെ സോൾവ് ആവും. കിടക്കാണെങ്കിൽ മുന്നൊക്കെ ഒരു ദിവസം സോൾവ് ആവും. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവും. അതിന് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല. നമുക്ക് പിണങ്ങിയിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ആയാലും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് മാറിയിട്ടേ കിടക്കുകയുള്ളൂ. നമ്മൾ ഒരു 50 വയസ്സ് ആകുമ്പോഴേക്കും ഇവർക്ക് 5 വയസ്സ് 3 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പാടില്ല. നേരത്തെ വിവാഹം കഴിക്കുക. ഒരു 25 to 30 വയസ്സിനുള്ളിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ കുട്ടികളെ നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. മക്കള് കൂടുതൽ ഉണ്ടാവുന്നതാണ് നല്ലത്. കുറച്ച് മക്കൾ ഉണ്ടാവുന്നതിലും കൂടുതൽ മക്കളാവുമ്പോൾ അവർ തമ്മിലുള്ള പൊരുത്തം കൂടുതൽ നന്നായിട്ട് പോകും. 50 വയസ്സാകുമ്പോഴേക്കും ഇവർക്കൊരു 15 വയസ്സ് ഒക്കെ എത്തണമെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആവാൻ പറ്റും. അപ്പോൾ നേരത്തെ വിവാഹം കഴിക്കുക. ഇതൊക്കെ ആവട്ടെ, എല്ലാം ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അതിനൊക്കെ ദൈവം വഴി കാണിച്ചിരുന്നിരിക്കുക. നമ്മളെ നോക്കിയാലും ഇല്ലെങ്കിലും നമുക്കൊരു കാലത്ത് വയ്യാണ്ടായാലും അവർ തമ്മിലുള്ള സ്നേഹവും സമാധാനവും ഒരുമയും എപ്പോഴും ഉണ്ടാവും. അത് ഒരിക്കലും കുറവുണ്ടാവില്ല. കുഞ്ഞിലെ ഇച്ചിരി കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും വലുതാവുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ മക്കളാവുമ്പോൾ അതിൻ്റെതായ സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവും. പിന്നെ അപ്പച്ചൻ അമ്മച്ചി ഇവർ കാരണന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണവർ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമുക്കത് കിട്ടിയു, നമുക്ക് തന്നെയാണ് അത് കിട്ടിയത്. നമ്മുടെ കൂടെ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവർ കുറേ നാൾ ത്യാഗം കഴിച്ച് ജീവിച്ചവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി അവരെ സംരക്ഷിക്കുന്ന ഒരു തലമുറയായിട്ട് വേണം. അപ്പോൾ ആ കൂട്ടുകുടുംബം ആകുമ്പോൾ നമ്മുടെ മക്കൾക്കും മനസ്സിലാവും, കാരണന്മാരെ നോക്കണം, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മേനെ നോക്കണം. അപ്പോൾ ഇനി വരും നമ്മൾ വലുതുമ്പോൾ നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ നോക്കണം. അതൊക്കെ പഠിക്കുന്ന ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് കിട്ടുള്ളൂ. ഞാനിവിടെ വീട്ടിൽ ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മച്ചിയും സഹായത്തിന് ഉണ്ടെങ്കിൽ പോലും പരമാവധി ഞാൻ അവരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നോക്കും. കാരണം അവരും പ്രായമായി നോക്കാൻ പറ്റാണ്ടുള്ള ഒരു ഇതിലാണ്. അപ്പം എത്രത്തോളം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, പറ്റിയില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അത് പരമാവധി പറയില്ല ആരോടും. എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മക്കളുടെ കാര്യം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അതിൽ ഒരു കുറവും ഉണ്ടാവരുതെന്ന് എപ്പോഴും ഈശോയോട് കൂടുതൽ പ്രാർത്ഥിക്കുക. ദശാംശം നമ്മൾ പഠിപ്പിക്കുന്നതാണ് നമ്മളെ ദശാംശം കൊടുക്കണം എന്നുള്ളത്. ദശാംശം കൊടുക്കുന്നത് നല്ല നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം പള്ളിയിലേക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഉണ്ട്. വ്യക്തിപരമായിട്ട് ഞാൻ പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഒരുമിച്ച് ഒച്ചയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം വ്യക്തിപരമായിട്ട് സ്വയം ഇരുന്ന് ബൈബിള് വായിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈശോയോട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ മക്കളോ വീട്ടുകാരോ ആരും ഇല്ലാത്ത സമയം നോക്കി തന്നെ ഇരുന്ന് കൂടുതൽ ഈശോയോട് കൂടുതൽ എനിക്കിഷ്ടം കുരിശിൻ്റെ വഴിയാണ്. ഞാൻ ഇങ്ങനെയല്ല ഞാൻ നടന്നിരുന്നത്. ഞാനൊരു കൈ കാലം സപ്പോർട്ട് ചെയ്ത് അതും പറ്റാണ്ടായപ്പോൾ ഞാൻ ഒരു കാലം ചാടി നടന്നിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു കുറേ ഞാൻ വേളാങ്കണ്ണിയിൽ പോയി. അങ്ങനെ വേളാങ്കണ്ണിയിൽ നൊയമ്പെടുത്ത് വേളാങ്കണ്ണി. അപ്പോൾ ഞാൻ അവിടെ മാതാവിനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് 2 കാലിൽ നടക്കാൻ പറ്റണം. ഓപ്പറേഷൻ ചെയ്തു, സക്സസ് ആയി. ഒരു 6 മാസം ഫുൾ റെസ്റ്റിലായിരുന്നു, ബെഡിലായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു.
അങ്ങനെ ഒരു 8 വർഷമായപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നടന്നുകൊടുക്കും. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് കാല് ഭയങ്കര വേദനയായിരിക്കും. ആ കാല് മുഴുവനായിട്ടും നെറ്റ് ബോൾട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഈ നെറ്റ് ബോൾട്ട് എൻ്റെ കാലിങ്ങനെ മടങ്ങിയിരിക്കുക. അപ്പോൾ ഈ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ഈ നെറ്റ് ബോൾട്ടിനെ തിരിച്ച് കഴിയുമ്പോൾ കാല് മെല്ലെ നീർന്ന് അങ്ങനെയാണ് കാലിനെ ഫുള്ളായിട്ട് നിർത്തിയത്. ഈ സമയത്ത് എനിക്ക് ഭയങ്കര വേദനയായിരിക്കും, രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉറങ്ങാൻ പറ്റാത്ത സമയത്ത് അമ്മ എൻ്റെ കൂടെ ഇരിക്കും. അമ്മ എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കൊന്ത തരും. അപ്പോൾ കൊന്തയിലും ഞാനിങ്ങനെ കൊന്തയിലും ഇങ്ങനെ ഉറക്കം കിട്ടില്ല, ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ഈ കൊന്ത ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആദ്യം മയക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നത് ഈ ഇങ്ങനെ ഗേറ്റ് തുറന്ന് ഒരു അമ്മയും അമ്മയുടെ കയ്യിൽ ഒരു മോനുണ്ട്, അവരുടെ കയ്യിൽ ഒരു റോസപ്പൂവുണ്ട്. അവരിങ്ങനെ ഇങ്ങനെ നടന്നു വന്ന് അതൊക്കെ വന്ന് നിൽക്കണം. അപ്പോൾ അമ്മോട് ഞാൻ പറയാം, ഒരു ചേച്ചിയും ഒരു കൊച്ചും വന്നിട്ടുണ്ട്, റോസപ്പൂ കൊണ്ട് എനിക്ക് തരാൻ വന്നത്. പോയി വാതിൽ തുറക്കാൻ പറഞ്ഞു. അതൊരു വലിയൊരു അനുഭവം എനിക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല അത്. അപ്പോൾ അമ്മ പറഞ്ഞു, ആരും ഇല്ലെന്ന്, 2 മണിയാണ് ഇപ്പം സമയം, വെളുപ്പിന് 2 മണിയാണ്, ഇപ്പം ആരും വരണേന്ന് വെച്ചു. അമ്മ പോയി നോക്കി പറഞ്ഞു, അവിടെ ചേച്ചിയും കൊച്ചും നിൽക്കുന്നുണ്ട്. അമ്മ പോയി ഇങ്ങനെ അമ്മോട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞു പോയി നോക്കാൻ പോകും. അമ്മ പോയി അവിടെ ആരില്ലാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മാതാവായിരിക്കുള്ളൂ. ഞാൻ മഠത്തിൽ നിന്ന് വളർന്നതിൻ്റെ ഒരു ഇതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ നോക്കാനോ ഇവർക്കൊരു സ്ഥലത്ത് പോകണമെങ്കിലോ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഭാഗത്തുനിന്ന് അവരോടൊരു പ്രത്യേക കെയറിങ്ങും ഒരു പ്രത്യേക സ്നേഹവും അവരോടുണ്ട്. അവർ രണ്ടാളും അവരെ നന്നായി നോക്കുന്നു. അവരെ നന്നായി നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ എപ്പോഴും പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഇറങ്ങേണ്ടി വന്നാൽ പോലും നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ അവരുമായിട്ട് നല്ലൊരു ഇതിലായിരുന്നായിരിക്കും അവരുണ്ടാവുക. കാരണം അത്ര നന്നായിട്ട് നമ്മൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ പറ്റിയ നല്ല കെയറിങ് ഉള്ള ആൾക്കാരാണ് രണ്ടാളും. അവർക്ക് എത്ര ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായാലും, അമ്മച്ചിക്കും അപ്പച്ചനും പ്രായമായി വയ്യായികളും ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും അവര് പരമാവധി നമ്മോടൊപ്പം തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പം ആയിരിക്കുന്നതും തന്നെ അവരായിരിക്കുന്നത് തന്നെ നമുക്ക് ദൈവം നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. എൻ്റെ ഒപ്പം ആയിരിക്കുക, എൻ്റെ കാരണന്മാർ എൻ്റെ ഒപ്പം ആയിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവരോടും പറയാറുണ്ട്, നമ്മുടെ കാരണന്മാർ നമ്മുടെ ഒപ്പം ആയിരുന്നത് വലിയൊരു ഭാഗ്യമാണ് അതിനും വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. അവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യമായിട്ട് അതിനെ കരുതണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് ഒരുപാട് എഫർട്ട് ഉണ്ട്. അത് നമ്മുടെ മക്കളുണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുക. അത് നമ്മളെന്തോരം നോക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ 1.5 വയസ്സിൽ എനിക്ക് തളർവാദം വന്നതാണ്. എന്നെ ഒരു 8-9 വയസ്സ് വരെ എൻ്റെ അമ്മ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിങ് എൻ്റെ മക്കൾ വരുമ്പോഴാണ് എനിക്ക് തീർച്ചയായും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാരണന്മാരെ നോക്കുക എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. ദമ്പതികളെ പറയാനുള്ള നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ 5 മക്കൾ ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിച്ച് അയ്യോ 5 മക്കൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് കുറിച്ചുള്ള ടെൻഷൻ വേണ്ട. അവർ ഫ്രീ ആയിട്ട് വീട്ടിൽ ഓടി നടക്കും.
നമ്മ ഒന്നോ രണ്ടാളുമ്പോഴാണ് നമ്മ ഒക്കത്ത് വെച്ച് കിടക്കേണ്ടത്. ഇത് ഒരാളും എടുക്കണ്ട നിങ്ങൾ. ഇവര് ഇപ്പോഴുള്ള എൻ്റെ ഇളയ മോൻ 2 വയസ്സേ ഉള്ളൂ. അവൻ നടന്നു തുടങ്ങി നമ്മ അവനെ എടുക്കണ്ട. ഇവരുടെ കൂടെ നടക്കും. ഇങ്ങനെ ഇവരെവിടെ പോകണോ അവിടെ പോകും. ഇവരിപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോകും. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലാണ്, ഇവിടെ അടുത്താണ് ചേട്ടൻ്റെ വീട് ആയതുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിൽ. ഇവര് പിന്നാലെ അവനെ ഓടി പോകും. അവർ പിന്നാലെ ഇങ്ങോട്ട് പോരും, അങ്ങോട്ട് ഓടും. അതുകൊണ്ട് ഇവരെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ട്. അവനെന്തെങ്കിലും പറ്റിയെങ്കിൽ അപ്പോൾ ഇതേ വാവ വീണു അതിന്. അപ്പോൾ നമ്മൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മത് അവളോടൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് നവദമ്പതിമാർ ഒട്ടും ഇതിനകത്ത് ബേജാറാവണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല. 5 മക്കളോ അല്ലെങ്കിൽ 6 മക്കളോ ആയാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാമ്പത്തികം നിങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ വിനിമയം ചെയ്യണമെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഈ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും.